ആർഷഭാരതീയതയോട് വല്ലാത്ത ആഭിമുഖ്യമുണ്ടായിട്ട് അതിൽ അഗാധമായ അറിവ് നേടുക. അതിനുവേണ്ടി അദ്ദേഹം ശ്രീകൃഷ്ണ പരമഹംസരുടെ ആശ്രമങ്ങളിൽ ചെന്ന് കുടിയേറി പാർത്ത് താമസിച്ചു, പഠിച്ചു. ആ സഭയിൽ ഉണ്ടായിരുന്ന ഈ ശൈഥില്യം അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഈ സാമൂഹ്യ സേവനം, സർവ്വ മനുഷ്യർക്കും സേവനം ചെയ്യുക എന്നുള്ള ആ തൻ്റെ ഏകാഗ്രമായ ലക്ഷ്യത്തിന് വിഘാതമായി തീരുന്നു. 1930 അദ്ദേഹം ഈ കത്തോലിക്ക സഭയുമായിട്ട് പുനരൈക്യപ്പെടുന്നത്. ഞാനിപ്പോൾ മാവേലിക്കര മേടയിൽ പണിക്കർ തറവാടിന്റെ മട്ടുപ്പാവിലാണ്. ഇവിടെയാണ് ധന്യൻ ഇവാനിയോസ് തിരുമേനി വളർന്ന വീട്. ഇവാനിയോസ് തിരുമേനിയെ കുറിച്ചും മലങ്കര കത്തോലിക്ക സഭയെക്കുറിച്ചും അടുത്തറിയാം നിങ്ങളുടെ സ്വന്തം ഹെറിറ്റേജ് ബൈറ്റ്സിലൂടെ. മറക്കാതെ കാണുക ദൂരദർശൻ. ഓലൻ എന്ന് പറയും. പണ്ട് നമ്മുടെ തറവാടുകളിലൊക്കെ തന്നെ കഞ്ഞിയായിരുന്നു. പണ്ട് കഞ്ഞിക്ക് ഓല